എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്ന് കരുതി ഭാരപ്പെട്ട് നിരാശപ്പെട്ട് ഒരു സൈഡിലേക്ക് ഒതുങ്ങുവാനല്ല, മറിച്ച് ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. നാം ഓരോരുത്തരും കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രങ്ങളാണ്. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി തെറ്റുകൾ ഉണ്ടായിരിക്കാം, ഒത്തിരി കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. ഒരു പക്ഷെ നമ്മുടെ പാസ്റ്റ് ഒന്ന് പറയുവാൻ അല്ലെങ്കിൽ പുറത്ത് പറയുവാൻ പോലും കഴിയാതെ വണ്ണം അത്ര നല്ല ഒരു പാസ്റ്റ് ഒന്നും ആയിരിക്കില്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ അത്തരത്തിലൊരു അനുഭവത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഒത്തിരി കുറവുകളും ഒത്തിരി തെറ്റുകളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഉള്ളപ്പോൾ തന്നെ കർത്താവ് നമ്മെ ഒത്തിരി സ്നേഹിച്ച് കർത്താവിന്റെ രാജ്യത്തിന് ഉപയോഗമുള്ള പാത്രങ്ങളാക്കി നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം ഒരു ചരിത്ര പുരുഷന്റെ ജനനം സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്തു വിശ്വാസികളെ ഒത്തിരി പീഡിപ്പിക്കുകയും സഭയ്ക്ക് നേരെ ഒത്തിരി പീഡനങ്ങൾ അഴിച്ചുവിടുകയും വളരെയധികം സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ വളരെയധികം ക്രൂരമായ രീതികളിൽ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ഒത്തിരി അനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് വിരോധമായിട്ടുള്ള ഒത്തിരി അനുഭവങ്ങൾ അഴിച്ചുവിടുകയും ചെയ്ത ഒരു പുരുഷനാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് ശൗൽ എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു ശൗൽ ഒത്തിരി പീഡനങ്ങൾ അഴിച്ചുവിട്ട ക്രിസ്ത്യാനികൾക്കെതിരെ, ക്രിസ്തു വിശ്വാസികൾക്കെതിരെ ഒത്തിരി പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ എയ്തുവിട്ട ഒരു വ്യക്തിയായിരുന്നു ശൗൽ. ആ ശൗൽ പിന്നീട് പൗലോസായി മാറുന്ന ഒരു ഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. കർത്താവിന്റെ നേരിട്ടുള്ള ഒരു എൻകൗണ്ടർ തന്റെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ അതുവരെയും ക്രിസ്തു വിരോധിയായിരുന്ന ശൗൽ പൗലോസായി മാറുന്ന ഒരു ഭാഗം നമുക്ക് കാണാം. ഏറ്റവും അധികം പീഡനം അഴിച്ചുവിട്ട, ഏറ്റവും അധികം വിശ്വാസികളെ പീഡിപ്പിച്ച ശൗൽ ചെറിയവനായി മാറുന്ന ഭാഗം നമുക്ക് ഈ ഒരു അധ്യായം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. ആ പൗലോസിനെ കുറിച്ച് അനന്യാസിനോട് കർത്താവ് പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: നീ പോകുക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. എന്നെ വളരെയധികം ചിന്തിപ്പിച്ചൊരു ഭാഗം ഇതാണ്. നാം ഓരോരുത്തരും കർത്താവിന്റെ കരങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രങ്ങളാണ്. ഒരു പാത്രം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു വെസൽ എന്ന് പറയുമ്പോൾ അതിന് ഒത്തിരി പർപ്പസ് ഉണ്ടാവും, ഒത്തിരി ഉപയോഗങ്ങൾ, നമുക്ക് അതുകൊണ്ട് ഒത്തിരി ഉപയോഗങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഒരു കിച്ചണിനെ സംബന്ധിച്ചൊരു പാത്രം എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അതില്ല എങ്കിൽ ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ, ഒരു പാത്രം ഇല്ല എങ്കിൽ ഒരു അത്യാവശ്യത്തിന് എന്തെങ്കിലും വയ്ക്കുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് വെക്കുവാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഒരു പാത്രം ഒരു വീട്ടിലില്ല എങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകുവാൻ അല്ലെങ്കിൽ നാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ ഒരു വീട്ടിൽ ഒരു പാത്രം എന്ന് പറയുന്നത് ഒത്തിരി പ്രയോജനമുള്ളതാണ് അല്ലെങ്കിൽ ഒത്തിരി അത്യാവശ്യമുള്ള ഒരു സാധനമാണ് പാത്രം എന്ന് പറയുന്നത്. ആ പാത്രം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായി സാധിക്കും. നമുക്ക് ആ പാത്രത്തിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ച് അല്ലെങ്കിൽ ചില നമുക്ക് ഡെപ്പോസിറ്റ് ചില നമുക്ക് ഇട്ട് വയ്ക്കുവാനായിട്ട് കഴിയും. അതുപോലെ ആ പാത്രം ഉപയോഗിച്ച് നമുക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ആ ഒരു പാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചില സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുവാനായിട്ട് കഴിയും. ഇതുപോലെ തന്നെയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ കർത്താവിന്റെ കരങ്ങളിൽ പാത്രങ്ങളായിരിക്കുമ്പോൾ ഒത്തിരി ഉപയോഗങ്ങൾ നമ്മെ കൊണ്ടുണ്ട്. കർത്താവ് ഈ ഒരു വ്യക്തിയെ കൊണ്ട് എനിക്ക് ഈ ഒരു കാര്യം മാത്രം അല്ലെങ്കിൽ ഈ ഒരു ദൗത്യം മാത്രമേ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു ചിന്തയല്ല. ഒത്തിരി ഉപയോഗങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി ആവശ്യങ്ങൾ നമ്മിലൂടെ കർത്താവിന് ചെയ്തെടുക്കാനായിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് കർത്താവിന് ഉപയോഗമുള്ള നിലവാരങ്ങളിൽ ഒത്തിരി ഉപയോഗങ്ങൾ നമ്മെ കൊണ്ട് കർത്താവിനുണ്ട്. ഓരോ വ്യക്തികളെ കുറിച്ചും വിവിധ തരത്തിലുള്ള ദൗത്യങ്ങളാണ് കർത്താവിനുള്ളത്. ഒത്തിരി പർപ്പസുകൾ കർത്താവ് നമ്മിൽ എല്ലാവരിലും ഓരോ പർപ്പസുകൾ അല്ലെങ്കിൽ ഒത്തിരി പർപ്പസുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രം നാം തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു പാത്രം ഒരു വീട്ടിൽ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത് പോലെ തന്നെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ കർത്താവിന്റെ കരങ്ങളിലും നാം ഒത്തിരി ഉപയോഗമുള്ള അല്ലെങ്കിൽ ഒത്തിരി പ്രയോജനപ്പെടേണ്ട ഒരു വ്യക്തിയാണ്.
ഒരു പാത്രത്തിൽ നാം ചില കാര്യങ്ങൾ, ചില സാധനങ്ങൾ നാം ഇട്ടുവെക്കുന്നത് പോലെ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മിൽ പകർന്നിരിക്കുന്ന, നമ്മിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവ്, നമ്മിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ടാലന്റുകൾ, നമ്മിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ചില ദൈവിക കൃപകൾ, ദൈവം നമ്മിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ചില ആത്മാവിന്റെ ഫലങ്ങൾ, ഇതൊക്കെ ഈ ദിവസങ്ങളിൽ പുറത്തു വരേണ്ടത് ആവശ്യമാണ്. ഇതിലൂടെ, അതായത് നമ്മിൽ പകർന്നിരിക്കുന്നവ അല്ലെങ്കിൽ നമ്മിൽ ഇട്ടുവച്ചിരിക്കുന്ന ദൈവിക കൃപകൾ നാം ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പാത്രം എന്ന് പറയുന്നത് നമുക്ക് കുക്ക് ചെയ്യുവാനായിട്ട്, സ്വാദിഷ്ടമായിട്ടുള്ള ആഹാരങ്ങൾ വെച്ചുണ്ടാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ നമ്മിൽ കർത്താവ് പരിശുദ്ധാത്മാവ് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുമ്പോൾ, ദൈവം നമ്മിൽ ചില ടാലന്റുകൾ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെതായ പർപ്പസുകൾ, ദൈവത്തിൻ്റെതായ ഉദ്ദേശങ്ങൾ, ദൗത്യങ്ങൾ, ദൈവത്തിൻ്റെതായിട്ടുള്ള കൃപാവരങ്ങൾ നമ്മിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ അത് നമ്മിൽ നിന്ന് പുറത്തു വരണം. അനേകർ അതിലൂടെ, അല്ലെങ്കിൽ ദൈവം നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിലൂടെ ഒത്തിരി പേർക്ക് പ്രയോജനമുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മിൽ നിന്നുണ്ടാകണം. സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ, ഒരു പാത്രം കൊണ്ട് നാം സ്വാദിഷ്ടമായിട്ടുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കരങ്ങളിൽ പാത്രങ്ങളായിരിക്കുന്ന നമ്മിൽ നിന്ന് സ്വാദിഷ്ടമായിട്ടുള്ള ചില അനുഭവങ്ങൾ, വളരെ സൗരഭ്യവാസനയുള്ള അനുഭവങ്ങൾ നമ്മിൽ നിന്നുണ്ടാകണം. അതോടൊപ്പം തന്നെ ഒരു പാത്രം ചില സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുവാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതായത് കള്ളൻ എടുക്കാതെ വണ്ണം, അല്ലെങ്കിൽ ചില ജീവികൾ അതിനെ തുരന്ന് നശിപ്പിക്കാതിരിക്കുവാനൊക്കെ വേണ്ടിയിട്ട് നാം ചില കാര്യങ്ങൾ, ചില സാധനങ്ങൾ ഒക്കെ നാം പാത്രത്തിൽ അടച്ച് സൂക്ഷിച്ചു വെക്കാറുണ്ട്. അതുപോലെ തന്നെ ദൈവം നമ്മിൽ ഏൽപ്പിച്ചിരിക്കുന്ന ചില ദൗത്യങ്ങൾ, അല്ലെങ്കിൽ ചില കൃപാവരങ്ങൾ നാം അത് കീപ്പ് ചെയ്യണം. നാം അത് വളരെ സൂക്ഷ്മതയോടെ നാം അത് കൊണ്ടു നടക്കണം. നമ്മിൽ ദൈവം ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന, ദൈവം നമ്മിൽ സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന ചില കൃപകൾ ഈ ദിവസങ്ങളിൽ നാം സൂക്ഷിക്കപ്പെട്ടത് വേണ്ടുന്ന വിധത്തിൽ നാം പ്രയോജനപ്പെടുത്തണം, അല്ലെങ്കിൽ ഉപയോഗിക്കണം. അതിനാണ് ദൈവം നമ്മെ കണ്ടിരിക്കുന്നത്. ദൈവരാജ്യത്തെ കുറിച്ചുള്ള വെളിപ്പാട് നമ്മിൽ ലഭിക്കുമ്പോൾ കർത്താവ് നമ്മെ ഒത്തിരി പർപ്പസുകൾക്ക്, അല്ലെങ്കിൽ ഒത്തിരി ദൗത്യങ്ങൾക്ക് വേണ്ടി അയക്കും. ആ ദൗത്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് കർത്താവിന് എന്നെ കൊണ്ട് എന്ത് പ്രയോജനമുണ്ട്, അല്ലെങ്കിൽ കർത്താവിന് എന്നെ കൊണ്ട് എന്താണ് ഉപയോഗം എന്ന് നാം അറിഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങളിൽ ജീവിതം മുന്നോട്ട് പോകുവാൻ, അല്ലെങ്കിൽ മുന്നോട്ട് നാം ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ നാം തയ്യാറാകണം. ഇവിടെ ശൗൽ വളരെയധികം പീഡിപ്പിച്ച ഒരു വ്യക്തിയാണ്. അതായത് ശൗലിന്റെ ജീവിതം നോക്കുമ്പോൾ ശൗലിന്റെ പാസ്റ്റ് ഒന്നും അത്ര നല്ലതല്ല. കാര്യം കർത്താവിന് വിരോധമായി നിന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ആ ശൗലാണ് പിന്നീട് ഒരു അവസരത്തിൽ കർത്താവിന്റെ നേരിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായപ്പോൾ, ഒരു എൻകൗണ്ടർ ഉണ്ടായപ്പോൾ, തന്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ ആ ഒരു ശൗൽ എന്ന് പറയുന്ന വ്യക്തി വളരെയധികം പീഡനങ്ങൾ അഴിച്ചുവിട്ട, വിശ്വാസികൾക്ക് എതിരെ ഉപദ്രവങ്ങൾ എയ്തുവിട്ട ശൗൽ എന്ന വ്യക്തി പൗലോസായി, അതായത് ചെറിയവനിലേക്ക് മാറിയത്. ഈ ദിവസങ്ങളിൽ നമ്മുടെ പാസ്റ്റ്, അതായത് എന്റെ ജീവിതത്തിൽ ഇന്നതൊക്കെ സംഭവിച്ചുവല്ലോ, എന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കുറവുകളും തെറ്റുകളും ഒക്കെ സംഭവിച്ചുവല്ലോ എന്ന് വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും ഈ വാക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു വചനം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളോട് ദൈവാത്മാവ് ഈ പകൽക്കാലം ഇടപെടുന്നത് ഇങ്ങനെയാണ്. നിന്റെ പാസ്റ്റ് കണ്ടിട്ടല്ല, നിന്നിലുണ്ടായ ഒരു തെറ്റ് കൊണ്ടല്ല ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, മറിച്ച് നിന്നിലൂടെ വലിയ കാര്യങ്ങൾ എനിക്ക് ചെയ്തെടുക്കാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ള ദൈവശബ്ദം ഈ പകൽക്കാലം ആ വ്യക്തികളോട് ദൈവം അറിയിക്കുകയാണ്. ആരും വിഷമിച്ചിരിക്കുന്നത്, അയ്യോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്ന് കരുതി ഭാരപ്പെട്ട് നിരാശപ്പെട്ട് ഒരു സൈഡിലേക്ക് ഒതുങ്ങുവാനല്ല, മറിച്ച് നിന്റെ മേലുള്ള എൻ്റെ മേലും നിന്റെ മേലുമുള്ള ദൈവിക കോളിംഗ് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് കാൽ ചുവടുകൾ എടുത്തു വെക്കുവാൻ നാം തയ്യാറാകണം. ദൈവം നമ്മെ ഒത്തിരി സ്നേഹിക്കുമ്പോൾ, ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ, ഈ ഒരു കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി പൂർണ്ണ ഒരു ശക്തിയോടെ, പൂർണ്ണ ധൈര്യത്തോടുകൂടെ ആത്മാവിലെ കൃപകളെ അനുഭവിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ഓടുവാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ, ദൈവരാജ്യത്തിന് അവകാശികളായി തീരുവാൻ, അനേകരെ ചേർക്കുവാൻ ദൈവം നമ്മളിലൂടെ സഹായിക്കട്ടെ. അതിനായി തയ്യാറെടുക്കുക, ഒരുങ്ങുക. കർത്താവ് നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ തിരഞ്ഞെടുപ്പിനനുസരിച്ച്, നമ്മിലുള്ള ആ ഒരു സെലക്ഷൻ അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ, ജീവിതം ക്രമീകരിക്കപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.